Hi, good morning. Good morning. How are you? Hi, good. Everybody for the school inauguration. സ്കൂളിൽ ചേരാൻ വന്നു അങ്ങോട്ട് Ben, ready? Chalo, salute, Ben, salute. എന്നാണ്ട് വിശേഷം? അടിപൊളി. വേദിയിലിരിക്കുന്ന ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, ടീച്ചേഴ്സ്, സ്റ്റുഡൻസ്, ടെറേസിയൻസ്, ഇവിടെ വന്നിരിക്കുന്ന മീഡിയ പേഴ്സൺസ്, എല്ലാവർക്കും നമസ്കാരം, വലിയ നമസ്കാരം. ആദ്യമായിട്ടാണ് ഒരു പ്രവേശനോത്സവത്തിന് വിദ്യാർത്ഥി അല്ലാതെ ഒരു അതിഥിയായിട്ട് ഞാൻ എത്തുന്നത്. അത് ഇത്രയും നല്ല ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ഭാഗമാകുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ഈ അവസരം തന്നതിന് നിങ്ങളോട് എല്ലാവരോടും ആദ്യം തന്നെ നന്ദി അറിയിക്കുകയാണ്. സാധാരണ സ്കൂൾ തുറക്കുന്ന ദിവസം ഭയങ്കര മഴയാണ് അല്ലേ? ഞാൻ നനഞ്ഞു കുളിച്ചു വന്നത് നിങ്ങൾ കണ്ടില്ലപ്പോൾ, കണ്ടപ്പോൾ മഴയാന്ന് വിചാരിച്ചു അല്ലേ? ഒടുക്കത്തെ വെയിൽ, വേർത്ത് ഒലിച്ചൊരു പരുവായിട്ടാണ് ഞാൻ വന്നത്. ഞാൻ പക്ഷെ ഇവിടെ വന്ന് നോക്കുമ്പോൾ നിങ്ങളെല്ലാം നല്ല സുന്ദരന്മാരായിട്ടിരിക്കുകയാണ്. എന്താ ഇതിൻ്റെ കുട്ടൻസ്? എന്താ ഇവിടെ മഴയില്ലായിരുന്നു? സുന്ദരിമാർ മാത്രമേ ഉള്ളൂ ഇവിടെ? ഇവിടെ ഇരിക്കുന്നവരൊക്കെയോ? ജെക്ക്, നിങ്ങളുടെ അനിൽ സാറ്, എൻ്റെ കൂടെ വന്ന മോസിൻ, പിന്നെ ഞാൻ. എന്തായാലും ഒരുപാട് സന്തോഷം. കാരണം കുറച്ചധികം സന്തോഷങ്ങളുണ്ട്. ഒന്ന്, ഇത്രയധികം സുന്ദരി കുട്ടികളെ കാണാനായിട്ട് ഒരവസരം ലഭിക്കുന്നു. പുതിയ വിദ്യാഭ്യാസ കാലഘട്ടം ആരംഭിക്കുകയാണ്. അതിന് നിങ്ങൾക്കെല്ലാവർക്കും ആശംസ അറിയിക്കാനായിട്ടൊരു അവസരം ലഭിക്കുന്നു. കഴിഞ്ഞ വർഷം SSLCക്ക് A+ നൽകിയ എല്ലാ വിദ്യാർത്ഥിനികളെയും അനുമോദിക്കുന്ന ഒരു ചടങ്ങ്, അതിന് അവസരം ലഭിക്കുന്നു. ഇതിൻ്റെ കൂടെ സ്കൂള് തുറന്നു കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ട് ചെറിയൊരു അവധി വരുമ്പോൾ നിങ്ങൾക്ക് ക്ലാസ് കട്ട് ചെയ്യാതെ സിനിമ കാണാനായിട്ടുള്ളൊരു അവസരം ഉണ്ടാകുന്നു. ഗിർ എന്നുള്ളൊരു സിനിമ 14-ാം തീയതി റിലീസാവുകയാണ്. അതിൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ടുള്ള അവസരം ലഭിക്കുന്നു. അങ്ങനെ ഒരുപാട് സന്തോഷങ്ങൾ ഉള്ള ഒരു ദിവസവും കൂടിയാണിത്. ഇവിടെ JK ഉണ്ട്, നമ്മുടെ ബീന മാം ഉണ്ട്, നിങ്ങളുടെ പ്രിൻസിപ്പളുണ്ട്, വൈസ് പ്രിൻസിപ്പളുണ്ട്, ടീച്ചേഴ്സുണ്ട്, മീഡിയ പേഴ്സൺസ് ഉണ്ട്. നിങ്ങളെല്ലാവരും ജൂൺ 14-ാം തീയതി, നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് നിങ്ങൾ ക്ലാസ്സിലും കാര്യങ്ങളൊക്കെ പോയിക്കോ, ജോലിക്ക് പോയിക്കോ. ജൂൺ 14-ാം തീയതി ഗിർ റിലീസ് ചെയ്യുമ്പോൾ തിയേറ്ററിൽ ചെന്ന് കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു പുസ്തകവും, സാധാരണ പഠിക്കാനുള്ള പുസ്തകമാണ് നൽകുന്നത്, ഇത് പക്ഷേ ചെറിയൊരു കഥാപുസ്തകം കൂടെ, ഗിറിൻ്റെ ഒരു കഥാപുസ്തകത്തിൻ്റെ പ്രകാശനം കൂടെ ഇവിടെ നടക്കുന്നുണ്ട്. ഇതാ നിങ്ങൾക്ക് ആസ്വദിക്കാനായിട്ട്
ഗർ എന്ന സിനിമയുടെ ഒരു ചെറിയൊരു ആനിമേറ്റഡ് ഒരു കോമിക് പുസ്തകം കൂടെ. ഇത് വായിച്ച് രസിക്കുക. ഇന്ന് തൽക്കാലം ക്ലാസ് കയറിയിട്ട് ബുക്കൊന്നും പഠിക്കേണ്ട, ഇതൊക്കെ വായിച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് പക്ഷെ നന്നായിട്ട് പഠിക്കാം. കാരണം വിജയം എന്ന് പറയുന്നത് പരാജയത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ്. നമ്മളെപ്പോഴാണ് പരാജയപ്പെടുന്നത്? ശരിക്കും ഒരു വീഴ്ച ഉണ്ടാകുമ്പോൾ അതൊരു പരാജയമായിട്ട് മാറുന്നില്ല. ആ വീഴ്ച ഉണ്ടായി കഴിഞ്ഞിട്ട് അതിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കാൻ ശ്രമിക്കാതിരിക്കുമ്പോഴാണ് അതൊരു പരാജയമായിട്ട് മാറുന്നത്. അപ്പോൾ ജീവിതത്തിൽ അങ്ങനെ പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ ഉയർത്തെഴുന്നേൽക്കാൻ ശ്രമിക്കുക. ആ ശ്രമങ്ങൾ നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളായിട്ടുള്ള ഒരുപാട് വ്യക്തിത്വങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കാണാനായിട്ട് സാധിക്കും. പിന്നെ ഒരിക്കലും ഒരു 10th അല്ലെങ്കിൽ +2 വിജയം എന്ന് പറയുന്നത് ജീവിതത്തിലെ വിജയമായിട്ട് മാറണമെന്നില്ല. പക്ഷേ ഈ 100% വിജയം നിങ്ങളുടെ ജീവിതത്തിൽ 110% വിജയമായിട്ട് മാറുവാനായിട്ട് നിങ്ങൾക്കുള്ള ഒരു പ്രോത്സാഹനമായിരിക്കും, അല്ലെങ്കിൽ ഒരു ബേസ്, ഒരു പ്ലാറ്റ്ഫോം നൽകുന്ന ഒരു സമയമാണ് പഠന സമയം അല്ലെങ്കിൽ വിദ്യാഭ്യാസ കാലം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക. 100% വിജയം നിങ്ങളുടെ ജീവിതത്തിൽ 110% വിജയമായിട്ട് മാറുവാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി ഈ വേദിയിൽ വരാനായിട്ട് അവസരം തന്നതിന് നിങ്ങളോട് എല്ലാവരോടും, പ്രത്യേകിച്ച് സെൻറ് ജോസഫ് സ്കൂളിലെ ഭാരവാഹികളോടും മാതൃഭൂമി മീഡിയയോടും എല്ലാവരോടും, സിന്ധു മാഡം ഇവിടെയുണ്ട്, മീഡിയ പേഴ്സൺസിനോട് നിങ്ങളോട് എല്ലാവരോടും എൻ്റെ നന്ദി അറിയിക്കുകയാണ്. ഇതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു ഗിഫ്റ്റ് എൻ്റെ വക, ചെറിയൊരു കുഞ്ഞു സമ്മാനങ്ങൾ ഇവിടുത്തെ സുന്ദരി കുട്ടികൾക്ക് ഞാൻ തരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഒന്നുമല്ല സഹോദര, ടീച്ചർമാർ പിടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുഖം തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി ഒരു മുഖംമൂടിയുണ്ട്. ഗർ എന്ന സിനിമയുടെ മുഖംമൂടിയാണ് ഇത്. പക്ഷെ നിങ്ങളുടെ പേരെന്തൊക്കെയാണ്, സബ്ജക്റ്റ് എന്തൊക്കെയാണെന്ന് എഴുതി വയ്ക്കാൻ വേണ്ടി നെയിം സ്ലിപ്പുകളും തരുന്നുണ്ട്. അപ്പോൾ ഇത് മനോഹരമായിട്ട് നമ്മൾ നെയിം സ്ലിപ്പ് ഒട്ടിച്ച് നമ്മൾ പൊളിക്കും അല്ലേ? അതുമാത്രം പോരാ, തിയേറ്ററിൽ വന്ന് സിനിമയെ കണ്ടിട്ട് കൈയടിക്കണം. കൈയടി പോരാ, ഒന്നുകൂടെ കൈയടിച്ചോ. താങ്ക് യു. അപ്പോൾ ഒരുപാട് സന്തോഷ മുഖങ്ങൾ കാണുവാനായിട്ട് സാധിക്കുന്നതിനും ഈ നല്ല സിനിമകളിലൂടെ നിങ്ങളുടെ സന്തോഷങ്ങൾ കുറച്ചുകൂടെ ഇരട്ടിയാക്കാനായിട്ട് സാധിക്കുന്ന സിനിമകളുടെ ഭാഗമാകാൻ സാധിക്കുന്നതിൽ ഒരുപാട് സന്തോഷം. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വിദ്യാഭ്യാസ കാലഘട്ടം ഏറ്റവും മനോഹരമായ ഒരു കാലഘട്ടമായിട്ട് മാറുവാനായിട്ട് ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. മഴക്കാലമൊക്കെ വരാൻ പോവുകയാണ്. അപ്പോൾ മഴ നനയാതെ, പനി പിടിക്കാതെ, ക്ലാസ്സുകൾ കട്ട് ചെയ്യാതെ ക്ലാസ്സിൽ വന്ന് നന്നായിട്ടിരുന്ന് പഠിക്കുക. ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ നല്ല സിനിമകളൊക്കെ വരുമ്പോൾ ക്ലാസ് കട്ട് ചെയ്ത് സിനിമ കാണാൻ പോവുക. ഓക്കെ, ഏറ്റവും അല്ലേ? പക്ഷെ നന്നായിട്ട് പഠിക്കുക. പഠിത്തം കഴിഞ്ഞിട്ടുള്ള കളികൾ മതി, പക്ഷേ കളി എന്തായാലും വേണം. കളിച്ച് പഠിക്കുക, പഠിച്ച് കളിക്കുക. ജീവിതത്തിൽ ഏറ്റവും നല്ല വിജയികളായിട്ട് നിങ്ങളെ മാറുവാനായിട്ട് ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. വിദ്യാഭ്യാസം നിങ്ങൾക്ക് അതിനുള്ള എല്ലാ ശക്തിയും തരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. ഹാവ് എ വെരി ഗുഡ് ഡേ, ഗുഡ് ലൈഫ്, എ ഗുഡ് ഫ്യൂച്ചർ. താങ്ക് യു. ജയ് ഹിന്ദ്. എൻ്റെ പേര് ഗർ എന്നാണ്. പക്ഷെ ഘർ എന്ന് പറയുമ്പോൾ വീട്ടിൽ കയറ്റാൻ പറ്റുന്നൊരു ബുക്കാണ് എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ ഗർ എന്ന സിനിമയുടെ ഒരു പുസ്തക രൂപമായിട്ടുള്ള ആവിഷ്കരണമാണ് ഇവിടെ നമ്മൾ പ്രകാശനം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സാധിച്ചാൽ ഈ ഒരു വേദി തന്നതിന് സെൻറ് ജോസഫ് സ്കൂളിനോടും മാതൃഭൂമിയോടും എല്ലാവരോടും നിങ്ങളോടെല്ലാവരോടും ഗർ എന്ന സിനിമയുടെ പേരിൽ ടീമിൻ്റെ പേരിൽ നന്ദി അറിയിക്കാം. താങ്ക് യു. Alia Nasrul, Ami Muralidharan, Aisha Salam, Abia Joseph, Aditya MU, Aishwarya Anup, Elena Mary, Alma Sajan, Alfonso K. Sebastian,
സൈഡ് കൊടുക്കും ഡോറിനോട് മാറും.